ചേച്ചി എന്റെ കൂടെ വരണ്ട. എന്താ ഞാൻ വന്ന ചേച്ചി അവിടെ നടക്കണ എല്ലാം ഡാഡിയുടെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞു. ആഹാ, അപ്പൊ അവിടെ എന്തോ നടക്കുന്നുണ്ട്. ഇല്ല. പിന്നെന്താ നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞേ? അത് വല്ലതും നടക്കുകയാണെങ്കിൽ എടാ ഞാൻ ഇപ്പഴത്തെ അമ്മൂന്റെ വീട്ടിലിരുന്നോളാം. എന്നിട്ട് നീ വരുമ്പോ എന്നെ അവിടെ നിന്ന് വിളിച്ചാ മതി. വേണ്ട ചേച്ചി വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. വേണ്ട, പട്ടിയൊക്കെ ഉള്ളത് ആരെങ്കിലും ഏതെങ്കിലും പട്ടി പിടിച്ച് കടിക്കും. തിരിച്ചു മുട്ടായി മേടിച്ചിരുന്നു ഞാൻ അപ്പുറത്തെ ആ ചെറിയ കടയിൽ നിന്ന്. വേണ്ട. എന്നാ പിന്നെ നീ പോണ്ട, ഞാൻ പോകാടി. ശരി അമ്മ. അയ്യോ അമ്മ വേണ്ട. എന്നാ ചേച്ചി വരും ചെല്ല്. വാ. ഇല്ലടാ ചെറുക്കാ, ഞാൻ സത്യമാണല്ലേ? ഓ സത്യം ചെയ്യും. ആ സത്യം. ഞാനൊരു വരവ് വരുന്നുണ്ട്. അയ്യോ സർപ്രൈസ് വിസിറ്റ്. അയ്യോ ടാറ്റാ. ടാറ്റാ. വാ. പീറ്റർ സാറേ, പീറ്റർ സാറേ, ഒന്ന് അവിടെ നിന്നാ സാറേ. കനകൻ സാറുണ്ടോ സാറേ അവിടെ? കനകൻ സാറ്. എന്ത് കേസുണ്ട്? ഒരു പരാതി കൊടുക്കണ്ടായിരുന്നു സാറേ. നിങ്ങൾ അയലൊക്കെക്കാരുമായിട്ട് വല്ല വഴക്കാണോ? അതാ അയലൊക്കെക്കാരായിട്ടും നല്ല സാറേ, അവരായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ. പിന്നെന്ത് പറയണ്ട സാറേ. ആർക്കെതിരെ പരാതി കൊടുക്കാൻ? എൻ്റെ വേണോണ്ണെ കുടിച്ച് വന്നിട്ട് എന്നും തല്ലും വഴക്കുക സാറേ. ഇന്ന് രാവിലെ തന്നെ വലിയൊരു വഴക്കും കൊലാലും കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. ഓ, അപ്പോൾ ഇടയ്ക്ക് ഇച്ചിരി കുടിയൊക്കെ നിർത്തി നല്ലതായിട്ടൊക്കെ നടക്കണുണ്ടല്ലോ, പിന്നെ വീണ്ടും തുടങ്ങി. അത് എന്നുള്ളത് തന്നെ. ഓരോ കൂട്ടുകാരൊക്കെ വിളിച്ചോണ്ട് പോയി സൽക്കരിക്കും. സാറിനറിയോ, എൻ്റെ കഴുത്തിലും കയ്യിലുള്ള പൊട്ടും പൊടിയും പൊന്നും എല്ലാം എടുത്തോണ്ട് പോയി. ഇതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്നെ കുനിച്ചു നിർത്തി ഇടി തന്നെ സാറേ. ഒരു നിവൃത്തിയില്ല. അല്ല, ഒന്നാം തരം പെയിന്ററാണ് അവൻ. അവൻ പണിക്ക് പോയെങ്കിൽ ജോലിക്ക് പോലെ സാറേ. ഞാൻ സാറിനറിയോ, ഞാൻ വല്ല കുടുംബശ്രീയിലോ എന്തിനൊക്കെ കഷ്ടപ്പെട്ട് പോയിട്ട് എന്തെങ്കിലും കിട്ടിയ അത് വീട്ടിലേക്ക് ചെലവാക്കാൻ പുള്ളിയുടെ കയ്യിൽ ഒന്നും കാണില്ല. ഒന്നുമില്ല പുള്ളിയുടെ അടുത്ത്. നമ്മളല്ലേ ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെ കുഴപ്പവും ഇത് തന്നെ. പണിക്ക് പോവേല്ല, എന്നാ പോണോ മുഴുവനും ബാറിലും അവിടെ ഇവിടെ കൊടുത്തു. പിള്ളേരൊക്കെ എന്തൊരു വരും? പിള്ളേര് 3 പേര് എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് ഉള്ളത്. പിള്ളേര് ഒരാൾ എൻ്റെ അടുത്തുനിന്ന് പഠിക്കുന്നു, 2 പേര് അവിടെ കൊണ്ടാക്കിയത്. അപ്പൊ ഇതിപ്പോ കനകം പോലീസിന്റെ പരാതി കൊടുക്കാൻ വന്നതാണ് അല്ലേ? പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ ഒന്നാമത് എനിക്ക് പേടിയായിട്ടാ സാറേ. ഇവിടെ ആകുമ്പോൾ പിന്നെ സാറ് ഒരു പക്ഷെ ഒന്ന് വിളിച്ചൊന്ന് വരട്ടുവോ, അടിയും തൊഴിയൊന്നും വേണ്ട, ഒന്ന് വിളിച്ച് വരട്ടിയാൽ മതി. അതിൽ നിന്ന് പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ കനകനെ അവന് ഇവിടെ കോഴിക്കോട് ഒരാഴ്ചയായിട്ട് അത് കേസന്വേഷണമായിട്ട് പോയിക്കാണ്. അയ്യോ, ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. ഞാൻ എന്ത് പിന്നെ ഈ പോലീസുകാരെ ഒക്കെ വിളിച്ച് അത് സ്റ്റേഷനിലേക്ക് കയറ്റി ആളുകളെ ഒന്നും അറിയിക്കണ്ട. ഞാൻ ഒരു കാര്യം ചെയ്യും, നീ ആ പരാതി ഇങ്ങോട്ട് ഇലയ്ക്ക് മുള്ളിനും കേടില്ലാതെ ഞാൻ വേണുവിനെ വിളിച്ച് ഒന്ന് ഉപദേശിക്കാം. ഉപദേശിച്ചിട്ട് അതിൽ നടന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ പോലീസുകാരെയൊന്നും കൊടുക്കണ്ട. സർക്കിളൊക്കെ എൻ്റെ അടുത്ത സുഹൃത്ത്, ഞാൻ CA വിളിച്ച് പറഞ്ഞിട്ടേ CAയുടെ റൂമിൽ കയറ്റി ഒരു വരട്ടിപ്പിക്കാൻ നോക്കാം. ആയിക്കോട്ടെ. സാറിനറിയോ, ഇന്ന് രാവിലെ എന്തോ വണ്ടി കേടാണ്, അത് നന്നാക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുറച്ച് കാശിന് ചോദിച്ചു. ഞാൻ എവിടുന്ന് കൊടുക്കാനാ സാറേ? എൻ്റെ കയ്യിലാണിരുന്ന പൈസ ഇല്ല. അതിനും കിട്ടി എനിക്ക് ഒരുപാട് തെറ്റ്. കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് തന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ കയറ്റി ഇടയ്ക്ക് 2 കൊടുത്താലോ? അയ്യോ, അത് വേണ്ട സാറേ, അത് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എന്തായാലും സുഷമ്മ ചെല്ല്, ഇത് ഞാൻ വേണ്ട പോലെ ഹാൻഡിൽ ചെയ്തോളാം. ആയിക്കോട്ടെ കേട്ടാ? ഇത് നോക്കട്ടെ, ആളുകൾ അറിയിക്കാതെ നമ്മളെ കുടുംബಕ್ಕೆ നിനക്ക് ഇപ്പൊ കെട്ടിയോനെ ഈ പറഞ്ഞ മാതിരി നിനക്ക് വേണം അല്ലേ? അത് സ്നേഹം, എനിക്കറിയാം അവന് സ്നേഹമുള്ള ചെറുക്കനാണ്. പക്ഷേ ഈ കള്ളു കുടിക്കണതിന് പ്രശ്നം കൂട്ടുകാർ കൂടി കൊണ്ടുപോയി നശിപ്പിക്കുന്ന. അത് എല്ലായിടത്തും ഇത് തന്നെ. ഒരു കാര്യം ചെയ്യ്, നീ ചെല്ല്. ഞാൻ വേണ്ട പോലെ ചെയ്തോളാം കേട്ടാ. തൂത്ത് കഴിഞ്ഞ് നിൽക്കുന്ന തൂത്ത് തുടങ്ങാനുള്ള തയ്യാറെടുപ്പ് എന്താണ്? ഭാഗ്യം ചെയ്തവളാണ് നീയൊക്കെ ഞങ്ങളെപ്പോലുള്ളവരുടെ ഭാര്യയായിട്ട് വന്നത്. പാവം ഓരോ പെണ്ണുങ്ങളുടെ അവസ്ഥയെ കാര്യമില്ല. അവളുടെ കണ്ണിൽ മത്തക്കുരു ഉരുക്കുമായിരുന്നോ? ഞാനിവിടെ തടിമാട് പോലെ നിൽക്കുന്ന അവള് കണ്ടില്ലേ? അതുകൊണ്ട് അവക്കൊന്ന് ചിരിച്ചാലെന്തായിരുന്നു? എനിക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും എൻ്റെ കുടുംബത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ
ആ സ്ത്രീ ഉണ്ടല്ലോ ചിരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല വന്നു. അല്ല, അവൾ ഒരുക്കത്തിനൊരു കുറവില്ലല്ലോ. ചിരിക്കാൻ പറ്റാത്ത മാനസിക പഠിച്ച വള്ളി അവള്. തുണി കൊടുക്കാൻ നടക്കണോ ഒരു സ്ത്രീ? ഏത് അയ്യോ, നിങ്ങക്ക് ഇഷ്ടപ്പെട്ടില്ല അവളെ പറഞ്ഞിട്ട്? അയ്യോ അയ്യോ, ആ ഇതെന്ത് സാധനം? ഇതെന്ത് സാധനം? ഒരു പരാതി. എന്ത് പരാതി? എന്ത് പരാതി? അവളുടെ പരാതി ക്ലീറ്റോ മേടിക്കണ്ട. അല്ലേ, ഇത് കൊള്ളാം. നിങ്ങളാരെ പരാതി തീർക്കാൻ? പരാതി ഞാൻ ഒരു പൊതുപ്രവർത്തകൻ. പിന്നെ പൊതുപ്രവർത്തകന്മാര് ഇടപെടും ഞാൻ. അതിന് പോലീസുകാരുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പൊക്കോളൂ അവള്. ആഹാ, ഇവിടുത്തെ പോലീസുകാർ ഉള്ളതും ഇല്ലാത്തത് കണക്ക് തന്നെ. ഇവിടെ എത്ര കേസിലാണ് തീർപ്പ് കൽപ്പിച്ചിരിക്കണ പോലീസുകാർ? അതിനെക്കാളും ഞങ്ങൾ പാർട്ടിക്കാരുടെ ഇലയ്ക്ക് മുള്ളിനും കേടില്ല, അതെങ്കിൽ സോൾവ് ചെയ്യും കേട്ടോ. എനിക്ക് അവളെ കാണണത് കല്യാണം കാണണ്ട, നീ കണ്ണടച്ചില്ലല്ലോ, അല്ലെങ്കിൽ നീ കാര്യം പോവാത്ത കണ്ണടച്ച് നിൽക്കണമെങ്കിൽ അപ്പുറത്ത് നിൽക്കണം, എന്റെ കെട്ടിയാൻ അല്ലാതിരിക്കണം. അതാണ് പ്രശ്നം. അതാ പ്രശ്നം. ആണാ? എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ അവരോട് സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ ഈ വീട്ടിനകത്ത് വല്ല കടുവിനകത്തോ അല്ലെങ്കിൽ വല്ല ഇതിനകത്തൊക്കെ ഇങ്ങനെ ഇരിക്കാൻ ഞാൻ. എന്നാലും നിങ്ങൾക്ക് അവളോട് സംസാരിക്കാതിരിക്കാൻ പറ്റൂല. അത് കീർക്കളഞ്ഞേ സൗകര്യടി. ആ സ്ത്രീ അവരുടെ ഭർത്താവിന്റെ പീഡനം സഹിക്കുക ഒരു പരാതി അത് ആ സാധനം പരിക്കാത്തോണ്ടാ ഞാൻ നശിപ്പിക്കും. പിന്നെ നീ നശിപ്പിക്കാൻ വാ. നശിപ്പിക്കും. എന്നാലേ തങ്കം എന്ന് പറഞ്ഞ സ്ത്രീ ഭൂമിയിൽ നിന്ന് നശിച്ചു. ഞാൻ എന്താ ചെയ്യാൻ? പിന്നെ കാണാമൊന്നുമില്ല. ഭർത്താവിനാണ് പെണ്ണുങ്ങളെന്ന് പറഞ്ഞു ഇങ്ങനെ. ഭർത്താവിനാണ് പെണ്ണും പെണ്ണും തമ്മിൽ ചേരില്ല. ഈ ദുനിയാവില് പെണ്ണുങ്ങൾ മാത്രമായിരുന്നു ഇവിടെ അവസ്ഥ ഒന്ന് ആലോചിക്കാണ്ടല്ലോ. ഒന്നും പെട്ടും കുത്തുമായിരുന്നു. വണ്ടി ഞാൻ കണ്ടു. ഓ, ഞാൻ നോക്കി, നല്ല പണിയുണ്ട്. ഇല്ല, പണി തുടങ്ങിയില്ല. അതെങ്ങനെ തുടങ്ങും? എൻ്റെ പൊന്നു ചേട്ടാ, അത് ഈ പറയുന്ന പഴയ സാധനം ഇട്ട് കയറ്റിയാൽ ശരിയാവത്തില്ല. ഓടുന്ന കണ്ടീഷനിൽ എത്തണമെങ്കിൽ ആ പറയേണ്ട പുതിയ സാധനങ്ങളെല്ലാം മാറിയേ പറ്റും. ചേട്ടൻ ഈ ബൈക്കിനെ ഉപയോഗിക്കാനാണെങ്കിൽ ഞാൻ പറയുന്ന സാധനം മാറണം. അല്ലെന്നല്ല കിട്ടിയ വിലക്ക് എടുത്ത് കാശ് മേടി. വലിയ പൈസ ആവത്തില്ല. പണിക്കൂലിയുടെ കേസ് വിട്. ഇപ്പം എവിടേക്കുവാ? ഒരു കാര്യം ചെയ്യ്, എൻ്റെ വീടിൻ്റെ മേളിലോട്ട് വാ. ഞാനേ മാറേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി അങ്ങ് തരാം. ആ റൂമിൻ്റെ ഇടയിൽ കൊണ്ട് കൊടുത്താൽ മതി. ആ ശരി ശരി, ഓക്കെ. ഞാൻ എഴുതിയിട്ട് ഞാൻ വിളിക്കാം. അണ്ണ ഇങ്ങോട്ട് പോ, ഞാൻ അങ്ങോട്ട് പോയി കയറി വരാം. ഓയില് ഒരു ബോട്ടില്, ചെയിൻ ആൻഡ് സോക്കറ്റ്, ബ്രേക്ക് ഷൂ ഒരെണ്ണം. ഓക്കെ. റോബിനെ, പിന്നെ ഞാനിപ്പോൾ ഒരാൾ അത്യാവശ്യം സ്പെയർ മേടിക്കാൻ അങ്ങോട്ട് വിടുവേ. വരും. ഞാനല്ല, വേറെ ആൾ വരും. അപ്പോൾ എന്തെങ്കിലും പൈസ കുറവുണ്ടെങ്കിൽ നീ കൊടുത്തു വിട്. ഞാൻ അത് പണി പൈസ മേടിക്കുമ്പോൾ ക്ലിയർ ചെയ്ത് തരാം. ശരി ശരി. പുള്ളി വന്ന് കാണും. എന്നിട്ടേടി എന്നാ ഞാൻ അവിടെ നിപ്പുണ്ട്, എന്നെ ഒന്ന് വിളിക്കാലോ അവക്ക് അല്ലേ? നിങ്ങൾ ഇടിയാണല്ലോ. ഇടിയാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ കുടുംബത്ത് വന്നിട്ടല്ലേ ഇവള് ഈ പരാതിയൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി വരുന്നത്. ഞാനവിടെ തടിമാട് പോലെ നിപ്പില്ലേ, വെച്ചാണ് കൊടുത്തെങ്കിലും ചേച്ചിയെടുത്ത് വന്നൊന്ന് പറയാം. ഞാനിവിടെ വാതിക്കെ നിക്കണം ഇതടിച്ചോണ്ട്. അപ്പൊ ഇവളെന്നാ ആ തങ്കം സുഖമാണോ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പാടില്ലേ? ഒന്നും എന്നെ നോക്കിയത് പോലില്ല. എന്നിട്ട് അവളുടെ ആരെങ്കിലും ആണോ ക്ലീറ്റോ? എന്റെ ഭർത്താവല്ലേ, നമ്മുടെ ആളല്ലേ ക്ലീറ്റോ. എന്നിട്ട് അവളെന്താ സ്വന്തം പോലെ ക്ലീറ്റോനെ കൊണ്ടുവന്ന് അങ്ങോട്ട് പരാതി അങ്ങ് എഴുതി കൊടുത്തേക്കുവാണ് എന്തോ ഒരു പേപ്പറിൽ. അപ്പൊ എനിക്ക് ഞാൻ കുറെ നേരം അവിടെ നിന്ന് നോക്കിയിട്ട് ക്ലീറ്റോനെ അറിയാം എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം. പിന്നെ എന്തിനാണ് അത് മേടിക്കാൻ? ചേട്ടനും ഇങ്ങനെ തന്നെ, ഏട്ടനും ഇങ്ങനെ തന്നെ. നമുക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ അവർക്ക് ഇഷ്ടമാണ്. നമ്മളാണെങ്കിലോ ഇവരോട് ആരോടെങ്കിലും വഴക്കിട്ട ഒരാളാണെങ്കിൽ നമ്മൾ അവരുടെ മുഖത്തോട് നോക്കുവോ? നമ്മുടെ ഭർത്താക്കന്മാരെ ഇഷ്ടമല്ലാത്തവരെ നമുക്കും ഇഷ്ടമല്ല. ഇവര് വലിയ പരോപകാരികളല്ലേ ചേച്ചി. ഇങ്ങോട്ട് വാ ക്ലീറ്റോ ചേട്ടാ, ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് വാ. എന്താ ക്ലീറ്റോ ചേട്ടൻ അടുത്ത് ആര് പറഞ്ഞാ സുഷമേനെ സഹായിക്കാനായിട്ട്? ഞാനാരാടി? ഞാൻ ഒരു പൊതുപ്രവർത്തകൻ. എന്റെ ജോലി ഏതാണ്? ഞാൻ നിങ്ങളുടെ കെട്ടിയോളല്ലേ? അല്ലേ? ഞാനുമായിട്ട് അവൾ ഇടിയാണ്. ഞാൻ അവിടെ മരം പോലെ നിന്നിട്ട് അവളൊന്നും തിരിച്ചു നോക്കി ചിരിച്ചും കൂടി. ആരുമായിട്ടാണ് ഇടി കൂടാത്തത്? നീ എല്ലാവരുമായിട്ട് ഇടിയല്ലേ? അതവിടെ നിൽക്കട്ടെ. ഞാൻ എപ്പോ അവളെ വാങ്ങിച്ചു ആ പരാതി എഴുതി ആ കത്തവിടെ അതെവിടെ? ആവോ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാവോ? എന്താ കാവോ? അങ്ങ് കളിക്കരുത്. ഒരു സ്ത്രീയുടെ ജീവിതമാണ്. നീ അത് എനിക്കത് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ സോൾവ് ചെയ്യാൻ. ചേച്ചി കണ്ടാ
ഞാൻ അവളുടെ എഴുത്ത് കൈകൊണ്ട് എടുത്തിട്ടുമില്ല, എനിക്കോട്ട് അറിയാനും പാടില്ല. നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാം. അവള് വന്നതേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, അവൾ എന്നോട് സംസാരിച്ചത് ഇഷ്ടപ്പെട്ടില്ല, അവളെ പരാതി തന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ക്ലീറ്റോ ചേട്ടാ കണ്ടില്ലെന്ന് പറഞ്ഞില്ല, അവിടെ എങ്ങാനും പോയി നോക്ക്. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. അവരിപ്പോ 10 പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അത് ക്ലീറ്റസ് ഏറ്റെടുത്തിട്ടുണ്ടെന്നും അത് സോൾവ് ചെയ്ത് കൊടുക്കുന്നു. അല്ലേ ക്ലീറ്റസിന്റെ ആരെ ഇവള്? എന്റെ അമ്മായിയമ്മേരെ മോള്. ആണോ? നിങ്ങളുടെ ലോകത്ത് എന്തോരം ആൾക്കാർ, ഈ നാട്ടിൽ തന്നെ എന്തോരം ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അവരുടെ കാര്യം സാധിച്ചു കൊടുക്കാതെ നടക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. ഇത് എന്റെ വിലയുടെ പ്രശ്നം. ഞാനൊരു ആളിനോട് ഒരു വാക്ക് പറഞ്ഞാൽ ഞാനൊരു സോൾവ് ചെയ്ത് കൊടുക്കാം. പെണ്ണുങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് കളിക്കരുത്. മര്യാദ പേപ്പർ എടുത്ത് കാണി നോക്ക്, ചെല്ല് പോ. നോക്കിക്കോടി. എനിക്കറിയാം എന്ത് വേണമെന്ന്. നിനക്ക് ഒരുപാട് തലയിൽ കയറ്റി വെച്ചൊരു കുഴപ്പമാണ് കേട്ടാ. സമയം ഓർത്തവർ ചെയ്യും പോലെ നിനക്ക് കാലവരെ തറയിൽ അടിക്കാതെ കുഴപ്പമാണ്. അഹങ്കാരികൾ. പിന്നല്ലാതെ വ്യക്തിയുടെ ജീവിതം വെച്ചാ കളിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്ത ക്ലീറ്റോ ചേട്ടൻ എന്തിനാ ഇവരുടെ കാര്യത്തിലേക്ക് ഇടപെടുന്ന? നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തു അവരുടെ സ്വഭാവം ശരിയല്ല എന്ന്. ഇത് തലയിലോട്ട് കയറാത്തത് ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ക്ലീറ്റോ എന്നോടാണ് മെക്കിട്ട് കയറുന്നത്. ചേച്ചി എന്തെങ്കിലും കരഞ്ഞോണ്ടിരിക്കുന്ന വേറെ പണിയൊന്നും ഇല്ല. എനിക്ക് എന്റെ അച്ഛൻ്റെ ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ തട്ടണത്. അങ്ങനെയൊന്നും ആരും വിട്ടിട്ട് തട്ടത്തൊന്നുമില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞ ചേട്ടൻ പാവാണ് ചേച്ചി. ആടി ഞാൻ ഇവരാണ് ഇടിവെട്ട് വന്നേക്കുന്നവര്. ഇങ്ങോട്ട് നേരെ കാര്യം ചെയ്യട്ടെ, എനിക്ക് അറിയണ്ട. വാ, നിങ്ങൾ തമ്മിലുള്ള അന്നത്തെ വഴക്കൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സുഷമ ചേച്ചിയായിട്ട് അവരെ യൂണിറ്റിൽ നിന്ന് പിണങ്ങി പോകാൻ തന്നെ കാരണം ചേച്ചിയാ. അതുകൊണ്ട് സത്യം പറഞ്ഞ ചേച്ചി അങ്ങനെ എടുത്ത് മാറ്റിയ. എടി പോടിലില്ലി, ഞാൻ പറയത്തില്ല ക്ലീറ്റോ ചേട്ടനോട്. ഞാൻ ആ പേപ്പർ കണ്ടിട്ടും കൂടി ഇല്ലാന്നേ. സത്യം. ഉറപ്പ് ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയണേന് എന്നാ കുഴപ്പം? എനിക്ക് പിന്നെ എവിടെ പോയി എനിക്കറിഞ്ഞൂടാ. കാണിച്ചു കൊടുക്ക. ഇനി ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ ഇങ്ങോട്ട് വരട്ടെ. എന്തൊരു മഴക്കായിരുന്നു ഇവിടെ. ആരായിരിക്കും? ഞാൻ ഇപ്പൊ റോഡ് വരെ പോയി അതിന്റെ ഇടയ്ക്ക് വഴക്കുണ്ട്. എന്ത് കാര്യം? എന്തെങ്കിലും കാര്യം വേണോ നിന്റെ മച്ചമ്പിക്ക് എന്നോട് മെക്കിട്ട് കയറാനായിട്ട്? നിസ്സാര കാര്യം, ഒരു ഉറുമ്പിന്റെ അത്രയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ എന്നോട് മെക്കിട്ട് കയറിയത്. എന്തൊക്കെ പറഞ്ഞെന്നറിയോ എന്നെ? ഭയങ്കര മഴക്കായിരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അങ്ങനെ അങ്ങ് കിടക്കൊന്നും വേണ്ട ഇവിടെ ആരും. അതല്ലേലും പണ്ടേ ഉള്ളതാണല്ലോ. അങ്ങാടി തോറ്റ അമ്മ എടുത്തെന്ന് പറഞ്ഞു. അത് പണ്ട് കൊച്ചിലെ ഉള്ളയാ. നിസാര കാര്യത്തിന് കണ്ണി ആദ്യമേ കാണുന്ന റൂമേ അത് എന്റെ അടുത്തല്ല തീർക്കേണ്ടത്. അല്ല, ഞങ്ങളുടെയൊക്കെ തലയടിപ്പിക്കാൻ നിങ്ങൾ 100 എന്നിട്ട് 10 പേടിച്ചു പോയോ? ഇങ്ങോട്ടേക്ക് ഞാൻ ചോദിക്കാതെ കൊള്ളാലോ. ലിലിപ്പണൊന്നും പറഞ്ഞില്ലേ? മച്ചമ്പി മച്ചമ്പി ഇവിടെ ഉണ്ട്, ചത്തില്ല. എന്തുവാ മച്ചമ്പി ഇത്? എന്ത് അച്ഛമ്മ വെളിയിൽ പോയി വല്ലവരുമായിട്ട് വഴക്കുണ്ടായി ഇവിടെ വന്ന് ഇവരെ മണ്ടക്കരേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ വെളിയിലെ കേസിനല്ല, ഞാൻ ഈ വീട്ടിലുള്ള കാര്യത്തിനാണ് വഴക്കുണ്ടാക്കിയത്. ഇവിടെ ആരും അത് കണ്ടിട്ടില്ല. ഒന്നാമത് മുത്ത് ഇവിടെ വന്ന് ഇപ്പൊ അതെന്തോ കണ്ടില്ല പറന്നു പോയടി. ഇവിടെ വെച്ചാൽ ഈ വീട്ടിലൊരു സാധനം ഇതായിട്ട് വെക്കാൻ പറ്റില്ല. ഞാനേ അതിനകത്ത് വിമാനം ഉണ്ടാക്കി പറത്തി കളിച്ചിട്ട് പറത്തി വിട്ടില്ല. ഈ പലതും കാണിക്കും. അല്ല, എന്ത് അവരോട് ചുരുക്കൊണ്ടെന്ന് എനിക്കറിയാം. ഏതാണ്ട് ഒരു പേപ്പർ ഇവിടെ കൊണ്ട് വെച്ചിട്ട് കാണുന്നു. ഏതാണ്ട് പേപ്പറല്ല, ഒരു സ്ത്രീയുടെ ജീവിതമാണ് ആ പേപ്പർ. എന്ത് മച്ചമ്പി? ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ. അപ്പൊ എന്നോട് പലരും പല ആവശ്യമായിട്ട് വരും. ഒരു സ്ത്രീ അവർക്ക് അവരുടെ സുരക്ഷിതമല്ല, അവരുടെ ഭർത്താവിൽ നിന്ന് അവർ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ നിൽക്കുമ്പോൾ അവർ ഒരു സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക. എൻ്റെ കൊണ്ട് തന്നു. ഞാനത് കൊണ്ടുപോയി ഇവിടെ വെച്ചു. ഇവിടെ വെച്ചിട്ട് ഞാൻ ഇതേ ഒന്ന് പുറത്ത് പോയി ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോൾ ആ സാധനം കാണാനില്ല. അപ്പൊ അത് കുടുംബശ്രീയിലുള്ള ഒരു സ്ത്രീയാണ്. നിങ്ങളെ പോലെ ഒരു സ്ത്രീയാണ്. നീ തിന്നോടി, നീ ചിലപ്പോൾ ഇവക്ക് അവരോട് ചൊരുക്കൊണ്ട് ഇവള് തന്നെ എന്താണെന്നുള്ളത് കേട്ടാ. നീ സംസാരിക്കല്ലേ? നിന്നെ കൊണ്ടല്ലടി ഒരു പെണ്ണ്, അവളെയൊക്കെ പോലെ ഒരു സ്ത്രീയാണ്. അയ്യോ, സ്ത്രീകളോട് എന്തൊരു വാത്സല്യോ സ്നേഹവും. എന്നെ സ്ത്രീയായിട്ട് തോന്നിച്ചിട്ടില്ല. എല്ലാ സ്ത്രീകളോടും ഇങ്ങനെ ഇല്ലല്ലോ. മനുഷ്യൻ എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഈ നിസ്സാര കാര്യത്തിന് ഇവിടെ കിടന്ന് ആ പെണ്ണുമ്പോൾ എടുത്ത് ചൂടാണ്ട വല്ല കാര്യമുണ്ടോ? ഇത് നിസ്സാര കാര്യം. നിസ്സാര കാര്യം നിന്നോട് താഴെ പറഞ്ഞ ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത് നിസ്സാര കാര്യം. മച്ചമ്പി അവർ തന്ന പരാതി അല്ലേ ഇപ്പം പോയെന്ന് പറയുന്നത്. അത് ഒന്നുകൂടെ ഒന്ന് അവരോട് എഴുതി തരാൻ പറഞ്ഞാൽ പോലെ തിരുന്ന കാശല്ലേ ഉള്ളൂ. അല്ലാതെ ഇത് മുദ്രപത്രം ഒന്നും അല്ലല്ലോ. ഇനി എന്തിനാ ഞാൻ ഇനി അവരെ വീട് അന്വേഷിച്ച് നടന്ന് ഇനി അവരെ കൊണ്ട് ഇത് ഒന്നുകൂടെ പരാതി എഴുതിപ്പിക്കണോ? അല്ല, അതാണോ? ഞാൻ വേണേ പോയിട്ട് വരാം. ഞാൻ പോയി മേടിച്ചോണ്ട് തരാം. നേരത്തെ എഴുതിയ പോലെ ഒരു പരാതി ഒന്നുകൂടെ ഒന്ന് എഴുതിത്താ. അത് മച്ചമ്പിടെ കയ്യിൽ നിന്ന് തുണി അലക്കിയപ്പോൾ വെള്ളത്തിൽ പോയത് അങ്ങനെ എന്തെങ്കിലും പറയാം. കാര്യം കഴിഞ്ഞില്ലേ? അങ്ങനെ അല്ലല്ലോ, ഇതിപ്പോൾ അതല്ലല്ലോ, ഇത് ഇവിടെ എടുത്ത് മാറ്റിയതാണല്ലോ. അതിനിപ്പോൾ മാറ്റിയത് മാറ്റി ചുമ്മാ മാറ്റിയത് മാറ്റി.
ഞാൻ പോയി മേടിച്ചെടുത്ത് തരാം. നിനക്കെന്ത് പെട്ടെന്നൊരു ശുഷ്കാന്തി? എന്ത് ശുഷ്കാന്തി? ആ ഒരു കുടുംബത്തിന്റെ പ്രശ്നത്തിന്റെ പേര് ഈ കുടുംബത്തിൽ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലോ എന്ന് കരുതിട്ട് ഞാൻ പറഞ്ഞു. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ആരും വിളിച്ചോ? എവിടെ? എടി ലില്ലി, ക്ലീറ്റ സാർ എവിടെ? ഓ ഉണ്ടായിരുന്നു, ദേ വരുന്നു. ഇവിടെ നിൽക്കുകയാണോ? സാർ എന്ത് പരിപാടിയാ സാറേ കാണിച്ചേ? ഞാൻ മര്യാദക്ക് ഈ പരാതി കനക സാറിന് കൊടുക്കാൻ വന്നതാ. എന്നിട്ട് സാർ ഇലയ്ക്കും ഉള്ളിലും കേടില്ലാതെ ഞാനിങ്ങ് പരിഹരിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് സാർ ഈ പരാതി വാങ്ങിച്ചോ? ഈ പരാതി അപ്പൊ ഒന്നും അറിയില്ല. എന്റെ ഭർത്താവിനെതിരായിട്ട് ഞാൻ എഴുതിയ പരാതി വാങ്ങിച്ചോ സാർ എന്റെ അടുത്തുനിന്ന്? അതെ, ഇതിപ്പോ അതന്നെയാ ഞാൻ ചോദിച്ചത്. ഈ പരാതി സാറിന്റെതാ ഈ നിൽക്കുന്ന ഈ അനിയൻ എന്റെ ഭർത്താവിനെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ പരാതി ഏൽപ്പിച്ചു? പിന്നെ അല്ലാണ്ട് ആരെ ഏൽപ്പിച്ചെന്ന്? എന്റെ ഭർത്താവിനെ താനല്ലേ ഏൽപ്പിച്ചേ? നീന്താ ഇതുകൊണ്ട് കൊടുത്തത്? നീ ഞാൻ പരാതി ഒന്നും ഏൽപ്പിച്ചല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പേപ്പർ ഞാൻ വേണു എന്ന് പറയുന്ന ആള് വണ്ടിയുടെ സ്പെയർ മേടിക്കാൻ നേരം അതിനകത്ത് എഴുതി കൊടുത്തു എന്നുള്ളത് ശരി. അവിടെ എന്റെ പൊന്ന് സാറേ, എന്റെ ഭർത്താവ് വണ്ടി പണിയാൻ ഏൽപ്പിച്ചത് ഇയാളുടെ കടയിലാ. എന്നിട്ട് ഇയാൾ ഈ പരാതി എന്റെ ഭർത്താവിനെ കൊണ്ട് കൊടുത്തിരിക്കുന്നത് സുഷമേരെ ഭർത്താവാണ്. അതെനിക്കറിയത്തില്ല. നിനക്ക് എഴുതാനും പഠിക്കാനും വേറൊന്നും കിട്ടിയില്ലടാ. താൻ എഴുതി വെച്ചേക്കുന്നുണ്ടോ ചെയിൻസ് പോക്കറ്റ് ഓയിൽ? ഞാൻ ഇത് മാത്രമേ ഞാൻ നിങ്ങളെ പരാതി ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഭർത്താവാണോ എനിക്കറിയത്തില്ല. സാറിനോട് പറയാം, സാറിനറിയോ ഈ പരാതിന്റെ പേരിൽ ഇതിപ്പോ ഞാൻ അയാൾക്കെതിരെ പരാതി കൊടുത്തു പറഞ്ഞ എന്റെ മുതകടിച്ചു പൊളിച്ചിരിക്കുന്നു സാറേ. സഹിക്കാൻ പറ്റുന്നില്ല സാറേ, സത്യമായിട്ടും. സുഷമ, ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം അറിയാണ്ട് അവന് പറ്റിപ്പോയൊരു അബദ്ധമാണ്. പോട്ടെ, ഇനി നിന്റെ കെട്ടിയവൻ നിന്നെ ദേഹോദ്രവം ചെയ്യുകയോ അകാരണമായിട്ട് മർദ്ദിക്കുകയോ നിന്നെ കുറ്റപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്താ ഭർത്താവ് എന്നുള്ളൊരു ഒരു പരിഗണനയും കൊടുക്കേണ്ട. കൈ കിട്ടണ എന്തെങ്കിലും തലമണ്ട അടിച്ചു കൊടുത്തോ, ധൈര്യമായിട്ട് ചെയ്തോ. ഞാനുണ്ട്, എന്റെ പാർട്ടിയുണ്ട് നിന്റെ ഒപ്പം. എനിക്ക് വിശ്വസിക്കാ സാറേ? 100% ധൈര്യമായിട്ട് പൊക്കോ സാറേ. ഏറ്റു പൊക്കോ. ആ നിന്നെ ഞാൻ എന്ത് ചെയ്യട്ടെ? നീ കാരണം എന്തൊക്കെ പ്രശ്നമുണ്ടാകും. എന്താ പറഞ്ഞേ? എന്ത് അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുകയോ വഴക്കുറയോ ചെയ്ത ആക്രമിക്കേ ഭർത്താവാൻ നോക്കണ്ട, കൈ കിട്ടുന്ന തലക്കിടിച്ചോളാൻ. ബാ, അത് വേണു. നമുക്ക് ഇച്ചിരി കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. ബാ 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 ക്ലീറ്റോ. Aliens